ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എവിടെയാണ്? ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ പലതും പറയുമ്പോഴും നെതന്യാഹു പുതിയ വീഡിയോകൾ തന്നെ പുറത്തിറക്കുകയാണ്. നേരത്തെ നെതന്യാഹു ഒരു വീഡിയോ പുറത്തിറക്കിയപ്പോൾ അതിൽ നെതന്യാഹുവിന്റെ കൈവിരലുകൾ 6 എണ്ണമുണ്ട് എന്നാണ് പറഞ്ഞത് നെതന്യാഹുവിന്റെ എതിരാളികൾ. അതുകൊണ്ട് ഇത് AI ആണെന്ന് പറഞ്ഞു. അതിനുശേഷം നെതന്യാഹു ഒരു കോഫി ഷോപ്പിൽ കോഫി കുടിക്കുന്ന വീഡിയോ പുറത്തു കൊണ്ടുവന്നു. എന്നാൽ നെതന്യാഹു കുടിക്കുന്ന അതേ കോഫി ഷോപ്പിൽ നിന്ന് മറ്റ് നേതാക്കളും കോഫി കുടിക്കുന്ന വീഡിയോകൾ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് അതും AI ആണെന്നാണ് പല ആൾക്കാരും പറയുന്നത്. ഇപ്പോൾ നെതന്യാഹു ഫോൺ ചെയ്യുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് നെതന്യാഹു എവിടെയാണ് എന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ് എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ പറയാനായിട്ടുള്ള കാരണം അമേരിക്കയ്ക്ക് പോലും അറിയില്ല നെതന്യാഹു ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ട്രംപ് നെതന്യാഹു ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാനായി ദൂതനെ അയച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മരണവാർത്ത സോഷ്യൽ മീഡിയയിൽ നിരന്തരം പ്രചരിച്ചിരുന്നു. ഈ ഊഹാപോഹങ്ങൾക്ക് അറുതി വരുത്താൻ നെതന്യാഹു ചൊവ്വാഴ്ച ഒരു വീഡിയോ പുറത്തിറക്കി. ഈ വീഡിയോയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദൂതൻ മൈക്ക് ഹക്കബിനൊപ്പം അദ്ദേഹം കാണപ്പെടുന്നു. ഈ വീഡിയോയിലൂടെ താൻ പൂർണ്ണമായും സുരക്ഷിതനാണെന്നും ജീവിച്ചിരിപ്പുണ്ടെന്നും നെതന്യാഹു ലോകത്തിന് ഒരു സന്ദേശം നൽകിയിരുന്നു. നെതന്യാഹുവും US അംബാസഡർ മൈക്ക് ഹക്കബിയും തമ്മിലുള്ള ഒരു ഹൃദയസ്പർശിയായ നിമിഷം വീഡിയോയിൽ കാണിച്ചു. നെതന്യാഹു പുഞ്ചിരിയോടെ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്നു. മാത്രമല്ല തന്റെ വിരലുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം പരിഹാസപൂർവ്വം മറുപടി നൽകി. ഞങ്ങൾ കയ്യിലെ 5 വിരലുകളും ഉപയോഗിച്ച് കൈ കുലുക്കുന്നു. നെതന്യാഹുവിന്റെ കയ്യിൽ 6 വിരലുകൾ കാണിച്ചതായി അവകാശപ്പെടുന്ന ഒരു മുൻ വീഡിയോ AI സൃഷ്ടിച്ചതാണെന്ന് അവകാശപ്പെടുന്നു എന്നതും നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ അമേരിക്ക പോലും നെതന്യാഹു ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയാതെ നെതന്യാഹുവിനെ തേടി ഒരു ദൂതനെ അയക്കുമ്പോഴാണ് നെതന്യാഹു ആ വീഡിയോയുമായി പുറത്തെത്തുന്നത്. വീഡിയോയിൽ മൈക്ക് ഹക്കബി തമാശയായി പറയുന്നു, മിസ്റ്റർ പ്രധാനമന്ത്രി, നിങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ പ്രസിഡന്റ് ട്രംപ് എന്നെ ഇങ്ങോട്ട് അയച്ചു. മറുപടിയായി നെതന്യാഹു ചിരിച്ചുകൊണ്ട് പറയുന്നു, അതേ മൈക്ക്, ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് തിരിച്ചു പറയുന്നത്. എന്തായാലും ഇറാനിയൻ ജനതയ്ക്ക് ഒരു സന്ദേശം കൂടെ നൽകിയാണ് നെതന്യാഹു തന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നത്. പ്രതിരോധ മന്ത്രിയുമായും സൈനിക മേധാവികളുമായും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു 2 മുൻനിര ഇറാനിയൻ തീവ്രവാദ നേതാക്കളെ വധിച്ചതായും പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.